മഴയ്ക്കൊരു ശമനവുമില്ല. മഴ കനക്കുകയാണ്. ഇന്നത്തെ മഴ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാം. കല്ലാർകുട്ടി, പാംബ്ല ഡാമുകളിലെ ഷട്ടറുകൾ ഉയർത്തുന്നതിന് അനുമതി നൽകിയിരിക്കുകയാണ്. മുതിരപ്പുഴയാർ, പെരിയാർ ഇവയുടെ രണ്ട് കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതരുടെ നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ, ഇത് രാവിലെ 4 മണിക്ക് വന്ന നിർദ്ദേശമാണ്, അടുത്ത 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും. കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. റെഡ്, ഓറഞ്ച് അലർട്ടുകളില്ല. ഇന്ന് രാത്രി വരെ കേരള തീരത്ത് കടലേറ്റത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് എന്നാണ് ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് പരക്കെ മഴ ഇന്നും തുടരും. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വരുന്ന മണിക്കൂറിൽ തിരുവനന്തപുരത്ത്, കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മിതമായ മഴ ഉണ്ടാകാം. മറ്റൊന്ന്, മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ശരിക്കും വ്യാപകമായ നാശനഷ്ടം സംസ്ഥാനത്ത് വിതയ്ക്കുകയാണ് മഴ. ദിവസങ്ങളായി വേനൽ മഴയാണ് തുടരുന്നത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് നല്ലതുപോലെ ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട്. റോഡുകളിലും വീടുകളിലും വെള്ളം കയറി. കഴിഞ്ഞ ദിവസം വൈകിട്ട് പെയ്ത മഴ കൊച്ചിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി എന്നാണ് റിപ്പോർട്ട്. അതുപോലെ കോഴിക്കോടും കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കക്കയം തലയോട് റോഡിൽ മരം റോഡിലേക്ക് കടപുഴകി വീണു. വെള്ളം കയറിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ വാർഡുകൾ രാവിലെ പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. താമരശ്ശേരി താലൂക്കിലെ കിനാലൂർ വില്ലേജിൽ KSIDC കെട്ടിടത്തിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. സംഭവത്തിൽ ആളപായമില്ല. മരം വീട് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. മാവൂർ, പെരുമണ്ണ, അന്നശ്ശേരി മേഖലയിൽ വ്യാപക കൃഷിനാശമുണ്ടായി എന്നും വിവരമുണ്ട്. ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ തെങ്ങിലക്കടൽ ആയംകുളം റോഡ് ഇടിഞ്ഞു. പെരുമണ്ണയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കൊടുവള്ളിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപവും ഷൊർണൂർ റോഡിലെ വീടുകളിലും വെള്ളം കയറി. സ്വരാജ് റോഡിൽ ബിനി ബസ് സ്റ്റോപ്പിന് സമീപവും ജനറൽ ആശുപത്രിക്ക് സമീപവും വെള്ളം കയറി. പലയിടത്തും വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. തൃശൂർ ബിഷപ്പ് പാലസിന്റെ മതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ഇതാണ് സംസ്ഥാനത്ത് നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാർത്തകൾ. കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ തുറവൂരിൽ ദേശീയപാതയിൽ 3 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. മാക്കോ കടവ് വഴി ഗതാഗതം തിരിച്ചുവിട്ടുവെങ്കിലും ഏറെ നേരം ഇവിടെയും ഗതാഗത കുരുക്ക് ഉണ്ടായി. ചമ്പക്കുളം, മങ്കൊമ്പ് തുടങ്ങി കുട്ടനാട്ടിലെ പല മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും പുരയിടങ്ങളിലും വെള്ളം കയറി. കാസർഗോഡ് നീലേശ്വരം തൈക്കടപ്പുറത്ത് നങ്കൂരമിട്ട ബോട്ട് തകർന്നു. കനത്ത കാറ്റിലാണ് തകർന്നത്. കപ്പലിലെ വടം പൊട്ടി അടുത്തുണ്ടായിരുന്ന പാറയിലിടിച്ചാണ് ബോട്ട് തകർന്നത് എന്നാണ് നിഗമനം. കഴിഞ്ഞ ദിവസം നങ്കൂരമിട്ട ബോട്ടാണ് രാവിലെ തകർന്നതിലേക്ക് കണ്ടെത്തിയത്. കാസർഗോഡ് ശക്തമായ മഴയില്ല, പക്ഷേ പ്രദേശത്ത് ശക്തമായ ഇടിമിന്നലും കാറ്റും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാസർഗോഡ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇടിമിന്നലിൽ ഒരാൾ മരിച്ചിരുന്നു. പത്തനംതിട്ട ചന്ദനപ്പള്ളി അങ്ങാടിക്കൽ റോഡിൽ മുളയറയിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മഴയിൽ പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന മരവും കടപുഴകി വീണു. കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. മിന്നൽ, പ്രളയം, മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാം. ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നു. സംസ്ഥാനത്ത് മഴയെ തുടർന്ന് പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. കൺട്രോൾ റൂമിലേക്ക് കോൺടാക്ട് ചെയ്യാം. വരാൻ പോകുന്നത് അതിതീവ്ര മഴയാണ്. 2 ജില്ലകളിൽ റെഡ് അലർട്ട് കൊടുത്തിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ചുഴലിക്കാറ്റ് ഞായറാഴ്ചയോടെ കരതൊടും സംസ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയാണ്. വിവിധ ജില്ലകളിൽ അലർട്ടുകൾ ഉണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ 3 വിമാനങ്ങൾ റദ്ദാക്കിയെന്ന വാർത്തയുണ്ട്. നേരത്തെ 2 വിമാനങ്ങൾ പുറപ്പെടാൻ വൈകിയിരുന്നു. ഇന്നും അതുകൊണ്ട് തന്നെ ശക്തമായ മഴയ്ക്ക് സാധ്യതയാണ്. ഇന്ന് പുറത്തിറങ്ങുന്നവർ, നമുക്ക് പല കാര്യങ്ങൾക്കും പല ആവശ്യങ്ങൾക്കും പുറത്തിറങ്ങേണ്ടതായിട്ടുണ്ട്. പുറത്തിറങ്ങുന്നവർ ജാഗ്രതയോടെ വേണം നിങ്ങളുടെ യാത്രകൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളിലെ യാത്രക്കാർ വളരെ സൂക്ഷിച്ച് പതുക്കെ വണ്ടി ഓടിക്കുക. റോഡിലൊക്കെ സ്കിഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സുരക്ഷിതരായിരിക്കുക. കമ്പിയൊക്കെ പൊട്ടിക്കിടപ്പുണ്ടോ എന്ന് നോക്കി വളരെ സുരക്ഷിതമായി റോഡിൽ പോകാൻ ശ്രദ്ധിക്കുക. സ്കൂളിൽ ഇന്നിപ്പോൾ പല കോളേജുകളിലും എഞ്ചിനീയറിംഗ് പരീക്ഷകളും ഒക്കെയുണ്ട്. പരീക്ഷയ്ക്കൊക്കെ പോകുന്ന കുട്ടികൾ സുരക്ഷിതരായിരിക്കുക. വാഹനങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും ഒക്കെ ഈ മഴ ശരിക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. അതൊക്കെ സൂക്ഷിച്ച് കണ്ടും യാത്ര ചെയ്യുക. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. എന്തായാലും നല്ലൊരു മഴക്കാലം എന്ന് ആശംസിക്കാൻ പറ്റില്ല. സുരക്ഷിതമായൊരു മഴക്കാലം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.